പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ക്ഷേമമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഈ രാത്രിയിൽ ചില മിനിറ്റുകൾ മാത്രം കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ കാണുന്ന അപ്ലോഡ് ചെയ്തതിന് ശേഷവും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരുപാട് വ്യക്തികൾക്ക് ഈ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. ഒരുപാട് പേർ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് മെസ്സേജ് വളരെ പ്രയോജനപ്പെടട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പറയുന്നു. എല്ലാവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഈ മീഡിയ മെൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് തന്ന ദൈവിക തിരുവെഴുത്ത് അപ്പോസ്തലനായ പൗലോസ് ഫിലോമോന് എഴുതിയ ലേഖനം, അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച് പരിശുദ്ധാത്മാവിൽ ചില മിനിറ്റുകൾ മാത്രം ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോന് എഴുതിയ ലേഖനം 7-ാമത്തെ വാക്യം: വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് സഭയുടെ ഒരു നേതൃത്വ പുരുഷനാണ്. തൻ്റെ ജീവിത അനുഭവം, ജീവിത ചരിത്രം എടുത്തു നോക്കിയാൽ ദൈവരാജ്യത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ദൈവവേല നിമിത്തം ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി മാനുഷികമായ രീതിയിൽ തിരഞ്ഞെടുക്കാൻ പോലും അറപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ വിദ്വേഷം തോന്നുന്ന, ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ എരിവോടെയുള്ള ആകാംക്ഷയും സഭയുടെ നേതൃത്വത്തെ, അധികാരത്തിൻ്റെ പേപ്പറും വാങ്ങിക്കൊണ്ട് ദൈവദാസന്മാരെയും സഭയെയും എരിവോടെ പീഡിപ്പിച്ച് നടന്ന, ഇല്ലാതാക്കിക്കൊണ്ട് നടന്ന, ഇല്ലാതാക്കുന്നവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നടന്ന അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തൊട്ടു. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന, ദൈവസഭയെ തകർക്കാൻ ശ്രമിക്കുന്ന, ദൈവിക ശുശ്രൂഷയെ അലങ്കോലമാക്കുന്ന, ദൈവിക ആരാധനയെ ചിന്നാഭിന്നമാക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവാം ദൈവം പറയുന്നു, ദൈവം നിങ്ങളെ തൊടും. ദൈവം നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടും. അനേകരെ സ്നേഹിക്കുവാൻ, അനേകരെ കരുതുവാൻ, അനേകരെ പ്രസംഗിച്ച് ജീവിതത്തിലൂടെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ, ദൈവസഭയെ, ദൈവദാസന്മാരെ, ആരാധനകളെ ക്രമക്കേട് അനുഭവിക്കത്തക്ക നിലയിൽ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളെ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങളെ ദൈവം തൊടും. നിങ്ങളുടെ കുടുംബത്തെ ദൈവം തൊടും. നിങ്ങളുടെ തലമുറകളെ ദൈവം തൊടും. നിങ്ങൾ ദേശത്തിന്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് ഒരു അനുഗ്രഹമായി മാറും. യേശുവിൻ്റെ നാമത്തിൽ തീർച്ചയായിട്ടും ഞാൻ കൽപ്പിക്കുന്നു, തീർച്ചയായിട്ടും പറയുന്നു. ഉപദ്രവിക്കുന്ന ദൈവസഭയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന താങ്കളെ, വ്യക്തികളെ, പ്രൈസ് ഗോഡ്, കുടുംബങ്ങളെ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, സ്വർഗീയ ദൈവം തൊടും. ആമേൻ. ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, ദൈവസഭയെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന അപ്പോസ്തലനായ പൗലോസിനെ ദൈവസഭയുടെ നേതൃത്വ പുരുഷനാക്കി മാറ്റി ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ തന്നിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറി. ദൈവരാജ്യത്തിനും അതോടൊപ്പം കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കുന്നതിലും ഉത്സാഹമുള്ളവനായിരുന്നു പൗലോസ്. പ്രൈസ് ഗോഡ്.
പൗലോസ് എവിടെ ചെന്നാലും പൗലോസ് മാത്രമല്ല ശുശ്രൂഷിക്കുന്നത്. പൗലോസ് വിളിയുള്ളവനെ തിരഞ്ഞെടുക്കുകയും ദൈവകൃപയുള്ളവനെ കൈവപ്പിലൂടെ പുറത്തെടുക്കുകയും ആത്മാഭിഷേകവും തൻ്റെ ഇടവും ഉള്ളവരെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി തൻ്റെ കൂട്ടുവേലക്കാരനാക്കി മാറ്റുകയും ചെയ്യുന്നത് പൗലോസിൻ്റെ ലൈഫിൽ പതിവായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ ഞാനെല്ലാം ചെയ്യും, എനിക്കെല്ലാം ചെയ്യണമെന്ന് പിടിവാശി പിടിച്ച് തൻ്റേതായ രീതിയിൽ ശുശ്രൂഷകളോ ജോലിയോ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളു മറ്റുള്ളവർക്ക് ശുശ്രൂഷകൾക്ക് സമയം കൊടുക്കാൻ, ശുശ്രൂഷകൾക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗലോസ് ഒരുപാട് കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. അസിസ്റ്റന്റുമാരെല്ലാം അവരുടെ ജോലി ചെയ്യാനും മറ്റ് പരിപാടിക്കൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ കൂട്ടുവേലക്കാർ അങ്ങനെയല്ല. പൗലോസ് എന്ത് ചെയ്യുന്നു, ദൈവദാസന്മാർ എന്ത് ചെയ്യുന്നു, ആമേൻ ആമേൻ ആമേൻ, ലീഡർ എന്ത് ചെയ്യുന്നു, അതോടൊപ്പം നിന്ന് ശുശ്രൂഷകൾക്ക് വേണ്ടി കൈത്താങ്ങുവാൻ പൗലോസ് കൂട്ടുവേലക്കാരെ ഉത്സാഹത്തോടെ എഴുന്നേൽപ്പിക്കുന്നതിൽ പൗലോസ് ഉത്സാഹം കാണിച്ചു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ സഭയിൽ, നിങ്ങൾ പോകുന്ന ഏരിയയിൽ, നിങ്ങൾ പോകുന്ന സ്റ്റേജുകളിൽ, നിങ്ങൾ പോകുന്ന ഗ്രൗണ്ടിൽ, ആ ടെൻറ്റിൻ്റെ അകത്ത്, നിങ്ങളുടെ പ്രസംഗത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ആത്മീയ ലീഡർഷിപ്പിൽ കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കത്തക്ക നിലയിൽ, പ്രൈസ് ഗോഡ്, അടുത്ത തലമുറയിൽ, അടുത്ത മിനിറ്റുകളിൽ, അടുത്ത മാസങ്ങളിൽ ദൈവിക ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിൽ ഉത്സാഹം കാണിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രബോധനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവിക കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവിക അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവനിയോഗമുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് പൗലോസ് ഏറ്റവും അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തായിരുന്നു. ആമേൻ. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ കൈവപ്പിലൂടെ പലരും പരിശുദ്ധാത്മാവിൽ പുറത്തു വന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹൃദയത്തെ തണുപ്പിക്കുന്ന, ഹല്ലേലൂയ, ഹൃദയത്തെ തണുപ്പിക്കുന്ന ചില കൂട്ടുവേലക്കാരെ ഞാൻ കാണുന്നു, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് അടുത്ത തലമുറയിൽ ശുശ്രൂഷിക്കുവാൻ, അടുത്ത തലമുറയുടെ കൂട്ടുവേലക്കാരായി പരിശുദ്ധാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തികവോടെ സൂക്ഷിക്കപ്പെടുന്ന ഒരാളായിരുന്നു പൗലോസ്. പൗലോസ് എവിടെ പോയാലും അഭിഷേകത്തെയും ശുശ്രൂഷയും എരിവോടെ കാണും. അഭിഷേകത്തെ ശുശ്രൂഷ എരിവോടെ കാണുവാൻ ഉത്സാഹമുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. നമ്മൾ രാജ്യങ്ങളുടെയും സ്റ്റേജുകളെയും നമ്മൾ ഉത്സാഹത്തോടെ കാണുമ്പോൾ പൗലോസ് സ്റ്റേജോ മറ്റ് രാജ്യങ്ങളോ പട്ടണങ്ങളോ ഒന്നുമല്ല പൗലോസ് എരിവോടെ നോക്കിയത്, ഉത്സാഹത്തോടെ കണ്ടിരുന്നത്. പൗലോസിന് ലഭിച്ച ശുശ്രൂഷ, പൗലോസിന് ലഭിച്ച അഭിഷേകം, പൗലോസിന് ലഭിച്ചുകൊണ്ടിരുന്ന ദൈവകൃപ, അല്ലെങ്കിൽ പൗലോസിൻ്റെ കൂടെ കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കുന്നതിൽ ഉത്സാഹത്തോടൊപ്പം തന്നെ തൻ്റെ ശുശ്രൂഷയെ ദൈവ ശുശ്രൂഷയെ പൗലോസ് നല്ല ഉത്സാഹത്തോടെ കണ്ടിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ ദാസന്മാരെ, കൈവച്ചാൽ അഭിഷേകം കിട്ടും, റൂമാലിട്ടാൽ രോഗികൾ സൗഖ്യമാകും, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. പൗലോസിൻ്റെ യോഗ്യതയാ എല്ലാവരെയും സ്നേഹിക്കും, തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ പറയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാണ് പൗലോസിന് ഇത്ര നല്ല ക്വാളിറ്റി? അവൻ ക്രിസ്തുവിലാണ്, അവൻ അഭിഷേകത്തിലാണ്, അവൻ ദൈവകൃപയിലാണ്. അവൻ്റെ നിയോഗം സ്റ്റേജല്ല, അവൻ്റെ നിയോഗം രാജ്യങ്ങളല്ല, അവൻ്റെ ആത്മനിയോഗം സുവിശേഷമാണ്. പൗലോസ് അതാ പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. യേശുവിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എവിടെ അവസരം കിട്ടിയാലും ഞാൻ യേശുവിനെ മാത്രം പ്രസന്റ് ചെയ്യും. അഭിഷേകത്തെ ഞാൻ, ആമേൻ 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 ആമേൻ, ശുശ്രൂഷയെ ഞാൻ എരിവോടെ കാണുന്നു, ശുശ്രൂഷയെ ഞാൻ ഉത്സാഹത്തോടെ കാണുന്നു, ശുശ്രൂഷയെ ഞാൻ ആമേൻ 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 എൻ്റെ കയ്യിലെ പളുങ്ക് പോലെ ഞാൻ സൂക്ഷിക്കുന്നു. ആമേൻ. കൈവച്ചാൽ അഭിഷേകം കിട്ടുന്ന, റൂമാലെറിഞ്ഞ രോഗികൾ സൗഖ്യമാകുന്ന, ആമേൻ, തൻ്റെ വായിലെ ശ്വാസം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പോലും
അത്ര നിലവാരത്തിൽ ദൈവശുശ്രൂഷയുടെ ഉതകുന്ന അപ്പോസ്തലനായ പൗലോസ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉയർത്തെഴുന്നേക്കത്തക്ക നിലയിലുള്ള അഭിഷേകത്തെ ചുമക്കുന്ന പൗലോസ്, പ്രൈസ് ഗോഡ്, തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ ആര് നിന്നാലും വിളിച്ചു പറയുന്ന അപ്പോസ്തലനായ പൗലോസ്, പ്രൈസ് ഗോഡ്, എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കുന്നതിൽ ഉത്സാഹം കണ്ടിരുന്ന, പ്രൈസ് ഗോഡ്, പൗലോസ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ദൈവത്തിന്റെ തികവുള്ള പൗലോസ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള പൗലോസ് ഫിലോമോനിൽ ലെറ്റർ എഴുതുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തന്റെ കാരാഗ്രഹവാസമായിരുന്നു. കാരാഗ്രഹത്തിൽ തനിക്ക് ക്ഷീണാവസ്ഥയുണ്ടായി. പ്രൈസ് ഗോഡ്. തനിക്ക് കാരാഗ്രഹത്തിലെ വാസം തനിക്ക് ഭയങ്കര പീഡനമായിരുന്നു. പ്രൈസ് ഗോഡ്. അവിടുത്തെ ചില കുറിപ്പുകളെ ഈ ഫിലോമോന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ ഫിലോമോന് കത്തെഴുതുമ്പോൾ പൗലോസ് അതിൽ കുറിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ശുശ്രൂഷയിൽ തികവുള്ള പൗലോസ്, ദൈവപുരുഷനായ പൗലോസ് ഫിലോമോന് കത്തെഴുതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവ ശുശ്രൂഷയുടെ അതിമഹത്തമായ അനുഭവമുണ്ടെങ്കിൽ, ദൈവ ശുശ്രൂഷയുടെ അതിമഹത്തമായ ദൈവകൃപയുടെ അനുഭവ ലൈഫിലുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ഉത്സാഹപ്പെടുത്തത്തക്ക നിലയിലുള്ള ലെറ്റർ, പ്രൈസ് ഗോഡ്, അതൊന്ന് പ്രസന്റ് ചെയ്യുന്നത് ഏറ്റവും ആവശ്യമായിരിക്കും. പ്രൈസ് ഗോഡ്. പൗലോസ് അത് ചെയ്തു കേട്ടോ. തീമോത്തിയോസിന് കത്തെഴുതി. പ്രൈസ് ഗോഡ്. വ്യക്തിപരമായാണ് കത്തെഴുതി. പൗലോസിന് അറിയാം തീമോത്തിയോസ് ഉപയോഗിക്കപ്പെടുന്നവനാണ്, തീത്തോസ് ഉപയോഗിക്കപ്പെടുന്നവനാണ്, ഫിലോമോൻ ഉപയോഗിക്കപ്പെടുന്നവനാണ്. പ്രൈസ് ഗോഡ്. അവ സഭയ്ക്ക് എഴുതുന്നതോടൊപ്പം തന്നെ വ്യക്തികൾക്ക് അവന്റെ ശുശ്രൂഷയുടെ അനുഭവം കൈമാറി. വ്യക്തിപരമായി ശുശ്രൂഷയുടെ അഭിഷേകത്തിന്റെ തലത്തെ വ്യക്തിപരമായി പൗലോസ് കൈമാറി. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, വ്യക്തിപരമായി ദൈവത്തിന്റെ അഭിഷേകത്തെയും വ്യക്തിപരമായി ശുശ്രൂഷ അനുഭവവും ഉണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, നിയോഗവും ദൈവകൃപയും പരിജ്ഞാനമുള്ളവരുടെ മേൽ ഈ ദൈവനിയോഗത്തെ കൈമാറുന്നത് നല്ലതായിരിക്കും. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എത്ര ദൈവദാസന്മാർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പൗലോസ് ഫിലോമോന് ലെറ്റർ എഴുതി. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ച ഒരു പറ്റം കൂട്ടുവേലക്കാർ എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഹൃദയത്തെ തണുപ്പിക്കും. പൗലോസിന് എന്തെങ്കിലും പീഡകൾ വന്നാൽ, ഹല്ലേലൂയ, അവൻ തണുപ്പിക്കുന്നവനായി കൂട്ടുവേലക്കാരെ അവനോടൊപ്പം ചേർത്തിരുന്നു. ദൈവത്തിന്റെ അഭിഷേകമുള്ള, ദൈവനിയോഗമുള്ള സഭയെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് കളങ്കമില്ലാതെ വിളിച്ചു പറയത്തക്ക നിലയിലുള്ള തൻ്റെ ഇടമുള്ള കൂട്ടുവേലക്കാർ പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് അങ്ങനെ എഴുന്നേൽപ്പിച്ചു. ഈ തലമുറയിലും കരുത്തുറ്റ, ഹല്ലേലൂയ, കൂട്ടുവേലക്കാരെ, പ്രൈസ് ഗോഡ്, ഉത്സാഹമുള്ള കൂട്ടുവേലക്കാരെ, അഭിഷേകവും പരിജ്ഞാനവും ദൈവകൃപയുമുള്ള കൂട്ടുവേലക്കാരെ, വിശുദ്ധിയോടെ കുടുംബപരമായി ജീവിക്കുന്ന കൂട്ടുവേലക്കാരെ, ആത്മാവിൻ്റെ അഭിഷേകത്തോടെ, ഹല്ലേലൂയ, അവരെ പൊക്കാൻ, അവരെ എഴുന്നേൽപ്പിക്കാൻ ഈ തലമുറയിൽ ഞാനും നിങ്ങളും തയ്യാറായാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വലിയൊരു ആത്മനിയോഗം സഭയുടെ മേൽ, വലിയൊരു ആത്മാഭിഷേകം വ്യക്തികളുടെ മേൽ, വലിയൊരു ആത്മാഭിഷേകം രാജ്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഫിലോമോനോട് കത്തെഴുതുമ്പോൾ പൗലോസ് പറയാണ്, എൻ്റെ മരണക്കിടക്കയിൽ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, 70 വയസ്സ് 80 വയസ്സ് നടക്കാൻ വയ്യാതെ ഒരു വീട്ടിലും പ്രാർത്ഥിക്കാൻ പോലും പോകാത്ത വിധത്തിൽ കൈകാലുകൾക്ക് വേദനയായി ഭാരപ്പെട്ടുകൊണ്ട് അപ്പച്ചൻ വയസ്സ് ചെയ്ത കഴിഞ്ഞ തലമുറകളിൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പൗലോസ് പറയാണ്, എൻ്റെ മരണക്കിടക്കയിൽ ഞാൻ കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, പ്രായം ചെന്ന അവരുടെ മക്കൾ, കൊച്ചുമക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രായം ചെന്നിട്ടുള്ള, വയസ്സ് ചെന്നിട്ടുള്ള, വാർദ്ധക്യത്തിൽ വിശ്രമിക്കുന്ന ദൈവദാസന്മാരോട് കാതിലൊന്ന് പറയാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ശുശ്രൂഷ തീർന്നു പോകത്തില്ല. പ്രൈസ് ഗോഡ്. മരണക്കിടക്കയിലും പൗലോസ് പ്രാർത്ഥിച്ച് ശുശ്രൂഷയുടെ തികവ് തികവ് നികത്തുകയാണ്, അല്ലെങ്കിൽ അവന്റെ പൂർണ്ണതയിലേക്ക് അവൻ മാറുകയാണ്. പ്രൈസ് ഗോഡ്. മരണക്കിടക്ക് ഞാൻ കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നേ? എൻ്റെ അവസ്ഥയിൽ, എൻ്റെ പീഡനാവസ്ഥയിൽ ഞാൻ തകർന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ച, ഞാൻ എഴുന്നേൽപ്പിച്ച കൂട്ടുവേലക്കാരുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ മരണക്കിടക്കയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ
പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. പിതാക്കന്മാർക്ക് വേണ്ടി വാർദ്ധക്യത്തിൽ ഭവനങ്ങളിൽ ഇരുന്ന് വിശ്രമിക്കുന്ന ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ചെരുപ്പ് പോലുമില്ലാതെ നടന്ന് വേദികളിൽ, വീടുകളിൽ, മലകളിൽ, കുന്നുകളിൽ കയറിയിറങ്ങി കർത്താവിൻ്റെ വചനത്തെ പ്രസംഗിച്ച, കർത്താവിൻ്റെ സുവിശേഷത്തെ വിളിച്ചു പറഞ്ഞ പുരോഹിതന്മാർ അല്ലെങ്കിൽ ഹല്ലേലൂയ പിതാക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മരണക്കിടക്കയിൽ കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ കേട്ടോ, മരണക്കിടക്കയിൽ കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടുവേലക്കാർ അഭിഷേകത്തോടെ നിൽക്കും. അഭിഷേകത്തോടെ ദൈവം അവരെ ഉപയോഗിക്കും. അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവ് രാജ്യങ്ങളിൽ അവരെ ഉപയോഗിക്കും. കുടുംബങ്ങളിൽ ദൈവം അവരെ ഉപയോഗിക്കും. അനേക കൂട്ടുവേലക്കാരെ, അനേക ശിഷ്യന്മാരെ ക്രിസ്തുവിൽ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. പ്രൈസ് ഗോഡ്. പൗലോസ് പറയാണ്, ഞാൻ മരണക്കിടക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മരണക്കിടക്കെ പോലും പൗലോസിന് ശുശ്രൂഷയുണ്ടായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മരണക്കിടക്കയിൽ പോലും പൗലോസിന് ശുശ്രൂഷ. കാരണം അവൻ ചിലരെ ആത്മാഭിഷേകത്തോടെ കൂട്ടുവേലക്കാരായി എഴുന്നേൽപ്പിച്ചിരുന്നു. അസിസ്റ്റന്റുമാരല്ല, കൂട്ടുവേലക്കാരായി എഴുന്നേൽപ്പിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ശുശ്രൂഷിക്കുവാൻ കഴിയാതെ ദേഹക്ഷീണിതനായി എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. പ്രാർത്ഥിക്കുവാനുള്ളൊരു നിയോഗം, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കരുത്തറ്റ അഭിഷേകത്തിന്റെ സാന്നിധ്യം നിലനിൽക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശുശ്രൂഷയുടെ നിയോഗം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിശ്രമവേളയിൽ പരിശുദ്ധാത്മാവ് തരികയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. പൗലോസ് കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊക്കോസ് എന്നാ പറയുന്നത് കൂട്ടുവേലക്കാർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിൽ കൂട്ടുവേലക്കാർ എഴുന്നേൽക്കട്ടെ. ദൈവസന്നിധിയിൽ നിൽക്കുന്ന, നേരോടെ നിൽക്കുന്ന, സത്യസന്ധതയായി നിൽക്കുന്ന കൂട്ടുവേലക്കാർ എഴുന്നേൽക്കട്ടെ. അവർക്ക് വേണ്ടി പൗലോസ് പ്രൈസ് ഗോഡ്. പൗലോസ് എന്തിനാ പ്രാർത്ഥിച്ചത്? വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ചവൻ. വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ച ചില കൂട്ടുവേലക്കാരുണ്ട്. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ ശുശ്രൂഷിക്കുന്നവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരല്ല. പ്രൈസ് ഗോഡ്. അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവരാണ് കൂടുതൽ. പ്രൈസ് ഗോഡ്. രാമേൻ പറഞ്ഞേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്വന്തം പ്രസ്ഥാനത്തിൽ, സ്വന്തം ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ തന്നെ ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവർ ഈ തലമുറയിലുണ്ട്. എന്നാൽ അവർ കേൾക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ആമേൻ. ശുശ്രൂഷകന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായി മാറുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ മനുഷ്യരാണ്, അവർക്ക് തെറ്റുപറ്റാം. ഹല്ലേലൂയ. അവർക്ക് കുറവുകൾ ഉണ്ടാകാം. പക്ഷേ താങ്കളെ കൊണ്ട് അവർ ഹൃദയത്തെ തണുപ്പിക്കുവാൻ തയ്യാറായാൽ അവർ പിന്നെയും വിശുദ്ധിയിലേക്ക് കയറും, പിന്നെ അവർ അഭിഷേകത്തിലേക്ക് കയറും, പിന്നെ അവർ ശുശ്രൂഷയിലേക്ക് കയറും. പ്രൈസ് ഗോഡ്. പൗലോസ് പറയാണ്, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ചവർക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം. ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ. ഇന്നും വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ ഉത്സാഹം കൊള്ളിക്കുന്ന, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ അഭിഷേകത്തെ ഇനിയും വേണമെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരെ ഈ തലമുറയിലും കർത്താവിന് വേണം. പ്രൈസ് ഗോഡ്. അത് നിങ്ങളെ കണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ. അഭിഷത്തിനെ സജി സ്റ്റീഫൻ താങ്കളെ കണ്ടിരിക്കുന്നു. ഷിജോ പിടി, പ്രൈസ് ഗോഡ്. ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താങ്കളെ കണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താങ്കളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരെയും വിമർശിക്കാതെ അവരുടെ ഹൃദയത്തെ തണുപ്പിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഉപയോഗിക്കണമെന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ ക്വാളിറ്റിയുള്ള, ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചുമക്കുന്ന ഒരു പറ്റം പ്രാർത്ഥനാവീരന്മാരെ പരിശുദ്ധാത്മാവാൻ ദൈവം ഈ തലമുറയിലും കാണുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ഫിലോമോനോട് കത്തെഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, ഫിലോമോനെ, ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു കൂട്ടുവേലക്കാരൻ എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. അവനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവദാസന്മാരെ പരിചയപ്പെടുത്തത്തില്ല. പ്രൈസ് ഗോഡ്. പരിചയപ്പെടുത്തിയാൽ ആ ബന്ധം വെച്ച് അവരങ്ങനെ അങ്ങ് കയറിപ്പോകുന്ന മാനുഷികമായ ചിന്ത കൊണ്ട് പരിചയപ്പെടുത്തത്തില്ല. പക്ഷേ രോഗക്കിടക്കയിൽ അല്ലെങ്കിൽ വാർദ്ധക്യ കിടക്കയിൽ, അവൻ കാരാഗ്രഹത്തിന്റെ വാസം കഴിഞ്ഞുള്ള കിടക്കയിൽ അമ്മൻ പൗലോസ് ഫിലോമോനോട് കത്തെഴുതിയിട്ട് പറയണം, ഫിലോമോനെ, നിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കൈ താങ്ങുവാൻ, നിന്റെ ശുശ്രൂഷകൾക്ക് കൂട്ടുവേലക്കാരനായി ഒരുമിച്ച് നിൽക്കാൻ ഞാനൊരു ദൈവദാസനെ പരിചയപ്പെടുത്താം. പ്രൈസ് ഗോഡ്. അവൻ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നവനാണ്. പ്രൈസ് ഗോഡ്. അവൻ ആരെയും മാറ്റി നിർത്തത്തില്ല. ഹല്ലേലൂയ. അവൻ ഒന്നിൻ്റെയും പേര് പറഞ്ഞ് അവനെ തള്ളിവിടത്തില്ല. പ്രൈസ് ഗോഡ്. ഒന്നിൻ്റെയും പേര് പറഞ്ഞ് അവൻ മാറ്റി നിർത്തത്തില്ല. അവൻ വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവനാ. പ്രൈസ് ഗോഡ്. അവനിപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ളവനായിരിക്കാം, അവൻ ഇടുക്കിയിലുള്ളവനായിരിക്കാം, എറണാകുളത്തിലുള്ളവനായിരിക്കാം, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഏറിയകളിലുള്ളവനായിരിക്കാം. പക്ഷേ ഇവന്റെ ഡ്യൂട്ടി, ഇവൻ ദൈവദാസന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കും. ഇവന് ഒരു കുറവും പറയാനില്ല. അതുകൊണ്ട് ഫിലോമോനെ, ഇവനെ പിടിച്ചോണം. പ്രൈസ് ഗോഡ്. ഇവനെ അഭിഷേകത്തോടെ നിന്റെ കൂടെ നിർത്തിയോണം. ശുശ്രൂഷകൾക്ക് വേണ്ടി ഇവനെ വിട്ടുകൊടുക്കരുത്. ഇവൻ നിന്റെ കൂടെ നിർത്തിയോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ പേരാണ് ഒനോസിമോസ്. പ്രൈസ് ഗോഡ്. ഫിലോമോനോട് കത്തെഴുതിക്കൊണ്ട് പൗലോസ് പറയാണ്, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ച ഒരു മനുഷ്യനുണ്ട്, അവന്റെ പേരാണ് ഒനോസിമോസ്. എന്നിട്ട് പൗലോസ് ഈ എഴുതിക്കൊണ്ട് പ്രൈസ് ഗോഡ് ഫിലോമോനോട് ഇവൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് മണി പറയുന്നുണ്ട്, ഒരു അനുഭവം പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത്, പ്രൈസ് ഗോഡ്, അവൻ നേരത്തെ മുൻകാലങ്ങളിൽ ആർക്കും പ്രയോജനമില്ലാത്തവൻ, ഇപ്പോഴോ അവൻ പ്രയോജനമുള്ളവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവൻ മുൻകാലങ്ങളിൽ അവൻ ആർക്കും പ്രയോജനമില്ല. അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ പ്രയോജനമില്ല, ദേശത്തിന് പ്രയോജനമില്ല എന്ന് പറയാൻ അവൻ തല്ലുകൊള്ളിയും വഴക്കാളിയും. പ്രൈസ് ഗോഡ്. എന്നാൽ പൗലോസ് ഇപ്പം പറയാണ്, പൗലോസ് പ്രൈസ് ഗോഡ്, ഫിലോമോനെ, ഇപ്പോൾ അവൻ ഏറ്റവും പ്രയോജനമുള്ളതാണ്, അവനെ പിടിച്ചോണം. ഹല്ലേലൂയ. അവൻ്റെ മേലൊരു നിയോഗം വീണിട്ടുണ്ട്, അവൻ്റെ മേലൊരു സ്വർഗീയ വിളി കിടപ്പുണ്ട്. അവനെ നിങ്ങൾ വെറുതെ വിടല്ലേ. പ്രൈസ് ഗോഡ്. വിളിയുള്ളവനെയൊക്കെ പിടിച്ചോണം കേട്ടോ. പ്രൈസ് ഗോഡ്. വിളിയുള്ളവനെ ഒന്നും നിസാരമായി കാണല്ലോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിളിയുള്ളവനെ ഒന്നും ഹല്ലേലൂയ, അയ്യോ അവൻ അവന് വലിയ ഡ്രസ്സൊന്നുമില്ല, അവന് കാറൊന്നുമില്ല, അവന് വീടില്ല, അവൻ റെന്റിനാണ് താമസിക്കുന്നത്, അവൻ്റെ ഡ്രസ്സ് കണ്ടോ, അവൻ്റെ ചെരുപ്പ് കണ്ടോ, ഇങ്ങനെ നിസാരമായി കാണല്. വിളിയുള്ളവനെ കൂട്ടത്തിൽ നിർത്തിക്കോണം. പ്രൈസ് ഗോഡ്. അവൻ്റെ ശുശ്രൂഷ മഹത്വമുള്ള ശുശ്രൂഷയായിരിക്കും. ശുശ്രൂഷ ഒരു വേദികളിൽ അവൻ നിന്നില്ലേ പോലും. പ്രൈസ് ഗോഡ്. അവന് പ്രസംഗിക്കാൻ അറിയത്തില്ലേ പോലും. പ്രൈസ് ഗോഡ്. അവന് പ്രവചിക്കാൻ ഒരു വാചകം പോലും ഇല്ലേ പോലും, അവൻ നിന്റെ ഹൃദയത്തെ തണുപ്പിക്കും. ഓ, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അവന് വേദി പ്രസംഗിക്കാൻ അറിയത്തില്ല, അവന് പ്രവചിക്കാൻ അറിയത്തില്ല, അവന് ഒരുപാടൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ഒറ്റ ക്വാളിറ്റി ഉണ്ട്, അവൻ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവനാ. പ്രൈസ് ഗോഡ്. നമ്മൾ വേദനപ്പെടുമ്പോൾ, നമ്മളൊരു വേദി വിട്ട് പ്രസംഗിച്ച് മടങ്ങി വരുമ്പോൾ വേദനയോടാണോ വരുന്നതെങ്കിൽ, സങ്കടത്തോടെയാണോ വരുന്നതെങ്കിൽ, ഹല്ലേലൂയ, കണ്ണുനീരോടെയാണോ വരുന്നതെങ്കിൽ, ഹല്ലേലൂയ, കൂട്ടുവേലക്കാരനായ ഒനോസിമോസേ, ഹല്ലേലൂയ, നീ ഫിലോമോന്റെ കൂടെ നിന്നണം. ഫിലോമോനോട് പറഞ്ഞു, ഫിലോമോനെ, ഇവനെ വിട്ടുകളയരുത്, ഇവൻ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരാ. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹൃദയത്തെ തണുപ്പിക്കുന്നവരെ നൽകട്ടെ. ഈ ഹാൽമാ നിന്റെ തലമുറകൾ നിന്റെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ. നിന്റെ സഭയുടെ സെക്രട്ടറി ഹൃദയത്തെ തണുപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. പാര വെക്കുന്നവരൊക്കെ മാറ്റി നിർത്തിയിട്ട്, പ്രൈസ് ഗോഡ്, വിമർശിക്കുന്നവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് തണുപ്പിക്കുന്നവരെ കണ്ടുപിടിക്കാനുള്ള ശുശ്രൂഷ. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന ദൈവദാസനെ, ഇതുവരെയും ഹല്ലേലൂയ ഒരു കൂട്ടുവേലക്കാരനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ അടുത്ത വേദിയിൽ, അടുത്ത സ്റ്റേജിൽ, അടുത്ത സഭയിൽ നിങ്ങളൊരു കൂട്ടുവേലക്കാരനെ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. അത് അഭിഷേകത്തിൽ ഈ രാത്രി മെസ്സേജ് തീർന്നു കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് പിന്നീട് കണ്ടാൽ മതി, പിന്നീട് ഒന്നുകൂടെ കേട്ടാൽ മതി. നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട്, പിതാവേ, എനിക്കൊരു കൂട്ടുവേലക്കാരനെ വേണം, എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കുന്ന. ഞാൻ വേദനപ്പെട്ട് വരുമ്പോൾ, ഞാൻ വ്യാകുലപ്പെട്ട് വരുമ്പോൾ, ഞാൻ സങ്കടകരമായി ഇരിക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിലെ അവസ്ഥകൾ ഓർത്ത് ഞാൻ കരഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തെ ആത്മാവിൽ തണുപ്പിക്കുന്ന ശുശ്രൂഷയെ പരിശുദ്ധാത്മാവേ എനിക്ക് തരണം, എനിക്ക് തരണം. കൂട്ടുവേലക്കാരെ എനിക്ക് തരണം. പൗലോസിന്റെ ടെസ്റ്റ് പണി പറയാണ്, അവൻ പ്രയോജനമല്ലാത്തവനായിരുന്നു, ഇനി അവൻ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനായി മാറുകയാണ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവൻ ദൈവം പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുവേലക്കാർ, പ്രൈസ് ഗോഡ്, അവ നിന്റെ തലമുറയായിരിക്കാം, നിന്റെ സഭയുടെ ഏതെങ്കിലും മെമ്പർ ആയിരിക്കാം, ചിലപ്പോൾ പോകുന്ന വേദിയിൽ, പോകുന്ന സ്റ്റേജുകളിൽ, ആ ഗ്രൗണ്ടിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കുന്ന
നീ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അത് നിനക്ക് പ്രയോജനമായി മാറും. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രയോജനമാകും, നിന്റെ കുടുംബത്തിനൊരു പ്രയോജനമാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ യാത്രയിൽ ഒരു പ്രയോജനമാകും. പ്രൈസ് ഗോഡ്. കൂട്ടുവേലക്കാരെ ആത്മനിയോഗത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവസഭയുടെ വാർച്ചയ്ക്ക് വേണ്ടി ഒരു പറ്റം ഹല്ലേലൂയ യുവാക്കളെ യുവതികളെ ആത്മനിയോഗത്തോടെ ആത്മാവിൽ കുത്തിപ്പൊക്കാൻ, ആത്മാവിന്റെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് വാതകലക്ഷം ബിബി മാത്യു താങ്കൾ ഉപയോഗിക്കും. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേദി നിൽക്കാത്ത വ്യക്തിയായിരിക്കാം, ഓഫീസിൽ ജോലി ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ പറമ്പിൽ പണി കൂലിപ്പണി ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ഹല്ലേലൂയ സുവിശേഷത്തിന് വലിയ വലിപ്പവും ചെറുപ്പവും ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വാ തുറന്ന് പറയാം, യേശുവിനെ കുറിച്ച് പറയാം. പ്രൈസ് ഗോഡ്. നീ അടുത്ത് നിൽക്കുന്ന പണി ജോലി ചെയ്യുന്ന വ്യക്തികളോട്, കൂട്ടത്തിൽ പഠിക്കുന്ന സഹോദരനോട്, ഓഫീസിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റുമാരോട്, കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിൽക്കുന്ന മാനേജരോട്, കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളോട് അടുത്ത മിനിറ്റിൽ, അടുത്ത സെക്കൻഡിൽ, അടുത്ത മാസങ്ങളിൽ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുവാനുള്ള വ്യക്തികളെ ആത്മാവിൽ പൊക്കാൻ കരുത്തറ്റ ദൈവിക അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രയോജനമില്ലാത്തവൻ പ്രയോജനപ്പെടാൻ പോകുന്നു. ഫിലോമോന്റെ ലേഖനം 10-11 തിരുവചനങ്ങൾ, ഫിലോമോന്റെ ലേഖനം 10-11 തിരുവചനങ്ങൾ ഫിലോമോനോട് എഴുതുക, ലെറ്റർ എഴുതുകയാണ്. കേട്ടോണം. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കണ്ടോ, കാരാഗൃഹത്തിൽ ഇരിക്കുമ്പോഴും എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? കാരാഗൃഹത്തിൽ പൂട്ടപ്പെട്ടവനായി കിടക്കുമ്പോൾ, കാരാഗൃഹത്തിൽ കൈകാലികൾ ബന്ധിതനായി കിടക്കുമ്പോൾ, കാരാഗൃഹത്തിൽ ആഹാരമില്ലാതെ ഹല്ലേലൂയ ചങ്ങല കൊണ്ട് അടിച്ച് കൈകാലുകൾ മുറിവേറ്റവനായി കിടക്കുമ്പോഴും പൗലോസ് ഒരു ശിഷ്യനെ പൊക്കി, ഒരു കൂട്ടുവേലക്കാരനെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. നീ ജോലി ചെയ്യുകയായിരിക്കാം, നീ കൂലിപ്പണി ആയിരിക്കാം, നീ ബിസിനസ് ആയിരിക്കാം, നീ ഡ്രൈവർ ആയിരിക്കാം, നീ ഒരു വിശ്വാസി ആയിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനത്തോടെ പ്രോത്സാഹനത്തോടെ പറയുന്നു, ഒരു ദൈവദാസനെ നീ എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കി, ഞാൻ തടവിലായിരുന്നപ്പോൾ, ഞാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിൽ ജനിപ്പിച്ച ആമേൻ 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 ഒനോസിമോസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മകനെ കുറിച്ചാണ് ഫിലോമോനെ ഞാൻ നിന്നോട് പറയുന്നത്. പ്രൈസ് ഗോഡ്. 11ാമത്തെ വാക്യം, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും പ്രയോജനമുള്ളവൻ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദൈവസഭയ്ക്ക് പ്രയോജനമില്ലാത്ത ആരെയും കിടപ്പുണ്ടോ? മടുത്തിട്ട് അവനോട് പോയി പറഞ്ഞു, അവനെ വഴി വെച്ച് പറഞ്ഞു, ഹല്ലേലൂയ. എന്ന കേട്ടോ, അവൻ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനായി മാറാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മുമ്പേ അവൻ പ്രയോജനമല്ലാത്തവനായിരിക്കാം. മുമ്പേ അവൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ ദേശത്തിൻ്റെ അകത്ത് വെറും തല്ലിപ്പൊളിയായിരിക്കാം. പ്രൈസ് ഗോഡ്. ദൈവസഭയെ വരത്തില്ല എന്ന ദൈവദാസന്മാരെ കണ്ടാൽ അവൻ കോപിക്കും, അവൻ വീട്ടിൽ കയറത്തിൽ. പ്രയോജനമില്ലാത്തവരുണ്ടെങ്കിൽ, ദൈവസഭയെ നോക്കി എന്നെ കേൾക്കുന്ന സഭ നടത്തുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ കേട്ടോ, അവൻ ഇതുവരെ ദൈവസഭയ്ക്ക് വരത്തില്ല, കല്യാണത്തിൽ വരാൻ വേണ്ടി അവൻ ഇരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ, വീട്ടിലൊരു മരണം സംഭവിക്കുമ്പോൾ ആരെങ്കിലും വേണമല്ലോ ഒരു അടക്ക ശുശ്രൂഷ ചെയ്യാൻ, അതിനുവേണ്ടി കിടക്കുന്ന കുറേ ടീമുകൾ. പ്രൈസ് ഗോഡ്. എന്ന് കേട്ടോ, അവർ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി മാറാൻ പോകുന്നു. പ്രൈസ് ഗോഡ്. എത്ര പേർ അതിന് ആമേൻ പറയും, ആമേൻ പറയും. ഹല്ലേലൂയ. നിന്നെ വിമർശിച്ചവരായിരിക്കാം, നിന്നെ ഇനി വീട്ടിൽ കയറ്റരുത്, സുവിശേഷം പറയാൻ, വചനം പ്രസംഗിക്കാൻ ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളെ മാറ്റി നിർത്തിയവരായിരിക്കാം. എന്നാൽ കേട്ടോ, അവർ നിനക്കും നിന്റെ ദൈവസഭയ്ക്കും പ്രയോജനമുള്ളവരായി മാറാൻ പോകുന്നു, പ്രയോജനമുള്ളവനായി മാറാൻ പോകുന്നു, പ്രയോജനമുള്ളവളായി മാറാൻ പോകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഫിലോമോനോട് ലെറ്റർ എഴുതും പറയാണ്, നേരത്തെ നമുക്ക് അവൻ വെറും തല്ലുപിളിയായിരുന്നു, അവൻ നമ്മൾ വചനം ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം അവൻ വന്നങ്ങ് അലമ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒനോസിമോസിന്റെ സാക്ഷ്യം, അവൻ ദൈവസഭയ്ക്കും നിനക്കും പ്രയോജനമുള്ളതായി മാറും. എത്ര പേർക്ക് ഈ ആത്മീയ ദൂതിനെ വഹിക്കാൻ കഴിയുന്നുണ്ട്? ഈ ആത്മീയ ദൂതിനെ ആത്മാവിലൊന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ തലമുറ ശുശ്രൂഷിക്കാൻ ഇരിക്കുന്നില്ല, സഭയിൽ ഇരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഒരു അനുസരണം കെട്ടവനായി നിൽക്കുകയാണ്. അവനോട് പറഞ്ഞു നോക്കി, തല്ലി നോക്കി, പലരും വന്ന് അവനെ കൗൺസിൽ ചെയ്തു. എന്നാൽ കേട്ടോ, അവൻ നിനക്കും നിന്റെ ദൈവസഭയ്ക്കും പ്രയോജനമുള്ളവനായി മാറും.
ആമേൻ. ശുശ്രൂഷ നിമിത്തം തടവിൽ എന്നെ ശുശ്രൂഷിക്കുന്ന ഒനോസിമോസിനെ നിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീ കൈത്താങ്ങണം, നീ കൂടെ നിർത്തണം ഫിലോമോനെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ തല്ലിപ്പിളിയായി നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ഇരിക്കാതെ ദൈവസഭയ്ക്ക് ഇരിക്കത്തില്ല, ഹല്ലേലൂയ, കോട്ടേജ് മീറ്റിങ്ങിന് വരത്തില്ല എന്ന് കേട്ടു ആ തലമുറ ദൈവത്താൽ പിടിക്കപ്പെടാൻ പോവുകയാണ്. അവൻ ഒന്നാമത് നിൽക്കും. അവൻ ദൈവസഭയ്ക്കും നിനക്കും പ്രയോജനമുള്ളവനായി മാറാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം ആരെങ്കിലും ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോണം, നിങ്ങൾക്ക് ചില കൂട്ടുവേലക്കാരെ പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നു. അത് നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ പാര വെക്കുന്നവരെല്ലാം നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായിരിക്കും. ഓ, എത്ര പേര് ആമേൻ പറയുന്നുണ്ട് ഈ ദൂതിന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ നിമിത്തം തടവിൽ എന്നെ അവൻ അടച്ചിട്ടപ്പോൾ, ഹല്ലേലൂയ, ശുശ്രൂഷിക്കാൻ വേണ്ടി ഒനോസിമോസിനെ കാരാഗൃഹത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. ഓ, അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ ഒന്ന് ഓർത്തേ. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ അടികളേറ്റ് കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവൻ കാരാഗൃഹത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അവിടെ പൗലോസിനെ തണുപ്പിക്കാൻ, പൗലോസിന്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ, പൗലോസിന്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്താൻ, പൗലോസ് അടികളേറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വേദനപ്പെട്ട് കിടന്നപ്പോൾ പൗലോസിനെ തണുപ്പിക്കാൻ, പൗലോസിന്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ കാരാഗൃഹത്തിന്റെ അകത്ത് ഒനോസിമോസിനെ ദൈവം പൊക്കി. നീ എവിടെ ഇരുന്നാലും നീ വ്യാകുലപ്പെട്ട്, നീ ചിലപ്പോൾ രാജ്യങ്ങളിലായിരിക്കാം, നീ വീട്ടിലായിരിക്കാം, നീ ആ സഭയ്ക്കകത്ത ഹോളിൽ നിന്ന് നടന്ന് നീ വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരിക്കാം. എന്ന നിനക്ക് വേണ്ടി നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നെ തണുപ്പിക്കാൻ, നിന്നെ ഉത്സാഹപ്പെടുത്താൻ, നിന്നെ ധൈര്യപ്പെടുത്താൻ ഒനോസിമോസിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. ചില ഒനോസിമോസിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഈ ഒനോസിമോസിനെ പൗലോസ് എഴുന്നേൽപ്പിച്ചപ്പോൾ ഫിലോമോനോടൊരു ലെറ്റർ, അല്ലെങ്കിൽ ഫിലോമോനൊരു അനുഭവം പറയാണ് ഫിലോമോനോട്. നേരത്തെ അവൻ പ്രയോജനമുള്ളവൻ ഇല്ലാത്തവനായിരുന്നു, ഇപ്പോൾ അവൻ പ്രയോജനമുള്ളവൻ. ഇത്രേ പൗലോസ് ഫിലോമോനോട് പറഞ്ഞുള്ളൂ. ഈ തലമുറയിൽ ദൈവദാസന്മാർ എന്നാ പറയുന്നറിയോ? ജാതി പറയും, അവൻ്റെ നിറം പറയും, അവനെ കൂട്ടത്തിൽ കൊള്ളത്തില്ലെന്ന് പറയും. പക്ഷെ പൗലോസ് ഇതൊന്നും അല്ല നോക്കിയത്. പൗലോസ് അവൻ്റെ കോളിംഗ് നോക്കി, അവൻ്റെ അഭിഷേകം നോക്കി, അവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നുള്ള മനോഭാവവും അവൻ്റെ സ്വഭാവവും നോക്കി ഇവൻ ദൈവസഭയ്ക്കകത്ത് പ്രയോജനമുള്ളവനായി മാറാൻ പോകുന്നു. പ്രിയരെ, നീ ദൈവസഭയ്ക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കാൻ തുനിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഒന്ന്, നീ ജാതി നോക്കല്ലേ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, വംശം നോക്കല്ലേ, നിറം നോക്കല്ലേ. പ്രൈസ് ഗോഡ്. നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന വ്യക്തിയാണോ? പ്രൈസ് ഗോഡ്. അവൻ ശുശ്രൂഷയ്ക്കകത്ത് നിന്റെ കൂടെ നിൽക്കുവോ, ചങ്ക് പോലെ നിൽക്കുവോ? പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളവരെ ആത്മാവിൽ കണ്ടുപിടിച്ച് എഴുന്നേൽപ്പിച്ചോണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ യേശു കർത്താവ് മാനവരാശി മുഴുവനും ഒരുപോലെ സ്നേഹിക്കും. ആമേൻ, ആമേൻ. ജാതി ഇല്ലെന്ന് പറയുകയും വർഗമില്ലെന്ന് പറയുകയും, പ്രൈസ് ഗോഡ്, നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് വിശുദ്ധ ഗ്രന്ഥത്തെ എടുത്ത് വിളംബരം ചെയ്ത പലരും ജാതിയുടെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും പേര് പറഞ്ഞ് സഭയെ ഭയങ്കര വേറിട്ട അനുഭവത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ, ഈ ലൈവ് കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രൈസ് ഗോഡ്, നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ തണുപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി നിൽക്കുന്ന കൂട്ടുവേലക്കാരെ നീ എഴുന്നേൽപ്പിക്കണം. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആമേൻ. ഒരു ദിവസന്റെ കൂടെ വടക്കേന്ത്യയിൽ പോകാൻ വേണ്ടി, പ്രൈസ് ഗോഡ്, കുറച്ച് രണ്ടാഴ്ച തിരുവല്ലയിൽ വന്ന് നിന്നു. പ്രൈസ് ഗോഡ്. ഞായറാഴ്ച അദ്ദേഹത്തിന് കോട്ടയത്തൊരു ചർച്ചിൽ പോകണം, അദ്ദേഹത്തിൻ്റെ മാതൃസഭയിൽ പോകണം. എന്നെ കൊണ്ടുപോയിട്ട് തിരുവല്ലയിലുള്ള ഏതോ ഒരു ഉൾഗ്രാമത്തിൽ എന്നെ വണ്ടി കൊണ്ടുവിട്ട് എന്നോട് പറഞ്ഞു, മോനുള്ള സഭ ഇതാണെന്ന്. പക്ഷെ അന്നത്തെ എൻ്റെ ചെറിയ ബുദ്ധിക്കകത്ത് സുവിശേഷത്തിൻ്റെ ആവേശം നിമിത്തം, അഭിഷേകത്തിൻ്റെ ആവേശം നിമിത്തം എല്ലാവരുടെയും മനസ്സ് കാണാനും ഹൃദയം കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഭകൾ ജാതിയുടെയും വർഗത്തിൻ്റെ പേര് പറഞ്ഞ് തല്ലുകൂടുന്നു, ചേരി തിരിയുന്നു എന്ന് കേട്ടപ്പോഴാണ് മനസ്സിലാകുന്നത്, ഇന്ന വ്യക്തി എന്നെ കൊണ്ടുപോയത് ഇന്ന സ്ഥലത്താണല്ലോ എന്ന്. പ്രിയരെ, കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ, കൂട്ടുവേലക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ രാത്രിയിൽ കരയുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ പറയുന്നു, വർഗവും ജാതിയും നിറവും നോക്കാതെ കൂട്ടുവേലക്കാരെ കൂട്ടത്തിൽ നിർത്തി ആത്മനിയോഗത്തോടെ സഭയെയും സുവിശേഷത്തെയും ദൈവരാജ്യത്തെയും കെട്ടുപണിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. പൗലോസിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പൗലോസിന് തന്നിഷ്ടമില്ലായിരുന്നു.
അവൻ ആത്മനിയോഗമാണ്. തന്നിക്ക് ബോധിച്ചവരെ, ആത്മനിയോഗത്തിൽ ബോധിച്ചവരെ അവൻ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്, മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. എത്ര നല്ല ഭാഷ, എത്ര നല്ല വാചകമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ നമ്മുടെ ഗുണം മാത്രം നോക്കി, നമ്മുടെ പവറും നമ്മുടെ മഹിമയും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ നിറവൊക്കെ നോക്കി, നമ്മുടെ പ്രസംഗത്തിൻ്റെ സ്റ്റൈലൊക്കെ നോക്കി നമ്മൾ തന്നിഷ്ടം കാണിക്കുമ്പോൾ പൗലോസിന് തന്നിഷ്ടം കാണിക്കാൻ നേരമില്ല. പ്രൈസ് ഗോഡ്. പൗലോസിന് തന്നിഷ്ടം കാണിക്കാൻ, ഹല്ലേലൂയ, അവൻ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് അവൻ പോകത്തില്ല. അവൻ്റെ നിയോഗം, ഹല്ലേലൂയ, ദൈവസഭ വളരണം, ദൈവരാജ്യം വളരണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ പട്ടണത്തിൽ പോയപ്പോൾ അവിടെ സഭയായി. കാരണം അവന് തന്നിഷ്ടമില്ല. അവിടെയും ദൈവത്താൽ അവൻ കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിച്ചു. എഫെസോസിൽ പോയി, അവന് തന്നിഷ്ടമില്ല. അവിടെയും കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഇത് ഈ തലമുറയിൽ ഞാൻ ചെയ്യും. വൺ മാൻ ഷോയെ കാണിക്കുന്നത്, വൺ മാൻ ഷോ. പ്രിയരെ, വൺ മാൻ ഷോയ്ക്കകത്തല്ല, കൂട്ടുവേലക്കാരെ അടുത്ത തലമുറയിൽ എഴുന്നേൽപ്പിക്കുവാൻ ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവിൽ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. ഫിലിപ്പിയിൽ പോയി, അവിടെയും പൗലോസ് കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എവിടെയൊക്കെ പട്ടണത്തിൽ പോയോ, ഏതൊക്കെ ഗ്രാമത്തിൽ പൗലോസ് പോയോ, അവിടെയൊക്കെ പൗലോസിന് കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസിന് കയറിക്കിടക്കാൻ ഒരു വീട് പോലും അവിടെ ഉണ്ടായത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? തന്നിഷ്ടം കാണിക്കാത്തവർ ഈ തലമുറയിൽ വേണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റേതെന്ന് പിടിച്ചു വെക്കത്തക്ക നിലയിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവരെ പരിശുദ്ധാത്മാവ ദൈവം അവൻ നോക്കുന്നില്ല. പ്രൈസ് ഗോഡ്. കൂട്ടുവേലക്കാരെ ഒരുമിച്ച് ശുശ്രൂഷയും സഭയും കൊണ്ടുപോകുന്നവരെ പരിശുദ്ധാത്മാവ് നോക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മറ്റുള്ളവൻ്റെ ഗുണവും കൂടി നോക്കണം. നല്ല മനസ്സ് പൗലോസിനുണ്ടായിരുന്നു. കൂട്ടുവേലക്കാർക്ക് വേണ്ടി ശുശ്രൂഷ വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. പ്രസംഗിക്ക് മോനെന്ന് പറയും, പാട്ട് ലീഡ് ചെയ്യടാ, വർഷിപ്പ് ചെയ്യടാന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നല്ലൊരു മനസ്സ്, വിട്ടുകൊടുക്കാനുള്ള മനോഭാവം പൗലോസിന് ഉണ്ടായിരുന്നു. ഫിലോമോന്റെ ലേഖനം 15-ാമത്തെ വാക്യം, ഫിലോമോന്റെ ലേഖനം 15-ാമത്തെ വാക്യം പൗലോസ് കത്തെഴുതുകയാണ്. ഫിലോമോൻ എഴുതുകയാണ്, അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. പ്രൈസ്. കുറച്ച് നാള് സ്തോത്രം ഇവൻ ഒന്ന് തെറ്റിപ്പോയായിരുന്നു. ഒനേസിമോസ് ഒന്ന് അകന്നു പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയാണ്, ഇവൻ അകന്നു പോയത് ചിലപ്പോൾ അവൻ അകന്നു പോയത് ചിലപ്പോൾ നിനക്ക് ലഭിക്കാൻ വേണ്ടിയിരിക്കാം. 16-ാമത്തെ വാക്യം പൗലോസ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഫിലോമോനോട് പറയാണ്, അവൻ ഇനി ദാസനല്ല. കാരണം അവൻ മടങ്ങി വന്നു, ഹൃദയത്തെ തണുപ്പിച്ചവനാണ്. നേരത്തെ പ്രയോജനമില്ലാത്തവൻ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പ്രയോജനമുള്ളവൻ. അവനെക്കുറിച്ച് പൗലോസ് അതിമഹത്തമായൊരു ടെസ്റ്റ് മണി, അതിമഹത്തമായൊരു വാചകം പറയാണ്, അവൻ ഇനി ദാസനല്ല. ജീസസ് മൈറ്റി നെയിം, ഹല്ലേലൂയ. ദാസന് മീതെ അവൻ സഹോദരനാണ്, മകനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ കൂടെ കൂട്ടുവേലക്കാരനുണ്ടെങ്കിൽ അവൻ അസിസ്റ്റന്റ് അല്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നീ ഹാളിലിരുന്നാൽ നീ അവനെ ഹാളിലിരുത്തണം. പ്രൈസ് ഗോഡ്. നീ ഡൈനിങ് റൂമിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ അവനെ വിളിച്ച് ഡൈനിങ് റൂമിൽ പോയി ഫുഡ് കഴിക്കത്തക്ക നിലുള്ള മനോഭാവം ദൈവദാസന്മാർക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. പൗലോസ് പറയുകയാണ്, അവൻ ഇനി ദാസനല്ല, നിന്റെ ബ്രദർ, നിന്റെ ബ്ലഡാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നീ അവനെ വിടല്ല ഫിലോമോനെ. അവൻ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാൻ പോവുകയാണ്. ഫിലോമോനെ, നിനക്ക് അവന് വളരെ പ്രയോജനമായിരിക്കും. കാരണം ഞാൻ കാരാഗ്രഹത്തിൽ അടികളേറ്റ് കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ടവനായി എനിക്ക് ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കിടന്നപ്പോൾ ഉണ്ടല്ലോ, അവൻ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചവനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും വിധത്തിൽ ഹൃദയത്തെ തണുപ്പിച്ചിട്ട്, ഹല്ലേലൂയ, വാക്കുകൾ കൊണ്ട് കണ്ണുനീരിരുന്നപ്പോൾ ബ്രദറെ, മോനെ ബിബിൻ മാത്യു, സാരമില്ലടാ എന്ന് പറഞ്ഞ് തണുപ്പിപ്പിച്ചവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം കേട്ടോ. അവരെ തള്ളിക്കളയരുത്. അവരെ അന്ന് അവനുണ്ടായിരുന്നു, ഇന്ന് അവനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിസാരമാക്കല്ലേ. തിരുവനന്തപുരം ഈ തലമുറയിൽ അങ്ങനെ അവൻ കോട്ടയത്തിരുന്നപ്പോൾ ആ വ്യക്തി എന്നെ സഹായിച്ചു.
അന്ന് പിന്നെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റുമാനൂർ പോയപ്പോൾ വേറൊരു വ്യക്തി വന്നു. ആ വ്യക്തി എന്നെ സഹായിച്ചു. പിന്നെ അവരെ വിട്ടു. എറണാകുളത്ത് പോയപ്പോൾ വേറൊരു സഹോദരൻ ബാഗ് ചുമക്കാൻ, ഷൂ പോളിഷ് ചെയ്യാൻ അവനെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറെ വ്യക്തികൾ. നോ. ഏതെങ്കിലും വിധത്തിൽ ഹൃദയംഗമായി നിങ്ങളെ തണുപ്പിച്ചവരുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഹൃദയംഗമായി നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ആ ഫ്ലൈറ്റിൽ പോയി ഇറങ്ങിയപ്പോൾ, ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, ചെറിയ ബാഗ്, അത് ചുമക്കാൻ വേണ്ടി ഒരു സഹോദരൻ, ഒരു സഹോദരി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചോണം. പ്രൈസ് ഗോഡ്. അത് ഒരു വ്യക്തി ഒരു വ്യക്തിയെ താങ്കളെ നോക്കിയല്ല നിങ്ങളുടെ ബാഗ് ചുമന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉടുപ്പൊന്ന് അയൺ ചെയ്ത് തന്നത്, നിങ്ങളുടെ ഡ്രസ്സ് ഒന്ന് കഴുകി വിരിച്ച് ഒന്ന് പശമുക്കി തേച്ച് തന്നത് നിങ്ങളുടെ മഹത്വം കൊണ്ടല്ല, നിങ്ങളുടെ അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ചെയ്തതാ. ഇന്ന് രാത്രി ആ കൂട്ടുവേലക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രൈസ് ഗോഡ്. ആ ചെറിയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചോണം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഫിലോമോനെ, ഞാൻ നിനക്കൊരു സഹോദരനെ പരിചയപ്പെടുത്താം. അവന്റെ പേരാ ഒനോസിമോസ്. അവൻ നിന്റെ ഹൃദയത്തെ തണുപ്പിക്കും. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ മിനിറ്റുകളിൽ നിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചവർ, സ്തോത്രം, നിന്നെ വല്ലാതെ നിന്നെ അലട്ടി നിന്റെ ശുശ്രൂഷയെ കെടുത്തുവാൻ ശ്രമിച്ചവർ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാം ദൈവം ഈ രാത്രി നിന്നോട് സംസാരിക്കുന്നു. നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവർ നിന്റെ കൂടെ വരാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തെ ഉത്സാഹത്തോടെ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരി നിന്റെ കൂടെ വരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. പ്രിയരെ, എനിക്ക് കേൾക്കുന്ന സഹോദരി, ചിലപ്പോൾ അത് നിന്റെ ഹൃദയത്തെ തണുപ്പിച്ച്, ചിലപ്പോൾ സഹോദരനായിരിക്കാം, സഹോദരി ആയിരിക്കാം. നീ വേറെ കണ്ണുകൊണ്ട് അവരെ കാണല്ല. അത് നീ അവനെ ആത്മീയ കണ്ണുകൊണ്ട് കാണണം. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ സഹോദരൻ്റെ കൂടെ സഹോദരി ആയിരിക്കാം, സഹോദരിയുടെ കൂടെ സഹോദരനായിരിക്കാം. നീ അത് വേണ്ടാത്ത നിലവാരത്തിൽ ചിന്തിക്കരുത്. അത് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. നീ അവരെ ആത്മീയ കണ്ണുകൊണ്ട് കണ്ട് അവരെ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ ഫിലോമോനെ, നിനക്ക് ഞാൻ ഒനോസിമോസിനെ തരികയാണ്. ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് പൗലോസിന്റെ കൂടെ ഇരുന്ന കൂട്ടുവേലക്കാരനെ ഫിലോമോന് കൊടുത്തു. പ്രിയരെ, നമ്മുടെ ചർച്ച് വർഷിപ്പ് ചെയ്യുന്നവനെ വേറെ ചർച്ചിലേക്ക് കൊടുക്കുമോ? ഇച്ചിരി പാടാ. ഹല്ലേലൂയ. നമ്മുടെ ചർച്ച് നന്നായിട്ട് കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റു ചർച്ചിലേക്ക് കൊടുക്കുമോ? ഇച്ചിരി പാടാ കേട്ടോ, ഇച്ചിരി പാടാ. കാരാഗൃഹത്തിൽ അവന്റെ ഹൃദയത്തെ തണുപ്പിച്ച്, കാരാഗൃഹത്തിൽ അവൻ്റെ മുറിവുകളെ ചിലപ്പോൾ വെച്ച് കെട്ടിക്കാണാം, അവൻ്റെ മുറിവുകളെ ചിലപ്പോൾ ഉണക്കാൻ ഭാഗത്തിന് വാക്കുകൾ കൊണ്ട് അവൻ്റെ മനസ്സിനെ തണുപ്പിച്ച വ്യക്തിയെ ഫിലോമോന് പൗലോസ് ശുശ്രൂഷകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തു. പ്രൈസ് ഗോഡ്. പൗലോസിന് വിട്ടുകൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എല്ലാം ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുന്നു. എല്ലാം ക്രിസ്തുവിന് വേണ്ടി അവൻ എണ്ണീതാ. അതുകൊണ്ട് അവന് പറ്റും. ഹല്ലേലൂയ. നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ വാഹനം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുവേലക്കാർ ഫ്രണ്ട് ഇരുന്നാൽ പറയില്ല, ഇതെൻ്റെ വൈഫിന് ഇരിക്കണ്ടേ, പുറകെ പോയിരിക്കാൻ പറയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ബൈക്ക് ചുമ്മാ തുരുമ്പടിച്ച് എഞ്ചിൻ കംപ്ലൈൻറ്റ് വന്ന് അത് അവിടെ നിന്ന് തുരുമ്പെടുത്ത് നശിപ്പിച്ചാലും പ്രൈസ് ഗോഡ്, നമ്മുടെ സഹോദരന് കൊടുക്കത്തില്ല നമ്മൾ. പക്ഷെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. പ്രൈസ് ഗോഡ്. പൗലോസ് പറയാൻ, ഒരു കൂട്ടുവേലക്കാരനെ ഞാൻ നിനക്ക് തരാൻ കേട്ടോ. ഫിലോമോനെ, അവനെ പിടിച്ചോണം. അവൻ നിന്റെ രക്തമാണ്, അവൻ നിന്റെ സഹോദരനാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര, സഹോദരി, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൽ ജനിക്കപ്പെടുന്ന സഹോദരിമാരും ഉണ്ടാകട്ടെ. ജീസസ് മൈറ്റി നെയിം. ഹല്ലേലൂയ. അത് ഭാര്യയ്ക്ക് അപ്പുറമാണ് കേട്ടോ, ഭർത്താവിനും അപ്പുറമാണ്, അമ്മയ്ക്കും അപ്പനും അപ്പുറമുള്ളൊരു ബന്ധമാണ് കൂട്ടുവേലക്കാർ എന്ന നിലയിൽ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. കൂട്ടുവേലക്കാർ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ഉള്ള അപ്പുറമുള്ള ബന്ധം. കാരണം ക്രിസ്തു ബന്ധമാണ്, രക്തബന്ധമല്ല, ക്രിസ്തു ബന്ധം. എത്ര പേർക്കുണ്ട് ക്രിസ്തു ബന്ധം? ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. പ്രൈസ് ഗോഡ്. ഒരുപാട് ദൈവദാസന്മാരിൽ നിന്നാണ് കൂടുതൽ വേദന അനുഭവിച്ചത്. അത് നിങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. നോക്കി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷമല്ലേ ദൈവസഭയിൽ നിന്നും ദൈവ ശുശ്രൂഷകന്മാരിൽ നിന്നല്ലേ കൂടുതൽ വേദന വന്നുകൊണ്ടിരിക്കുന്നത്. ജാതികൾ ഒരിക്കലും അങ്ങനെ നമ്മളോട് ചെയ്യത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ കേട്ടോ, അതിനപ്പുറമുള്ളൊരു ബന്ധം, അതിനപ്പുറമുള്ളൊരു ആത്മതലം, അതിനപ്പുറമുള്ളൊരു ആത്മീയ ബന്ധം, ജീസസ് മൈറ്റി നെയിം. അത് നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ഭാര്യയ്ക്കപ്പുറം,
ഭർത്താവിനപ്പുറം, തലമുറകൾക്കപ്പുറം, മാതാപിതാക്കൾക്കപ്പുറം ദൈവരാജ്യത്തിൻ്റെ ബന്ധവുമായി നിങ്ങൾ കണക്ട് ആകാൻ പോവുകയാണ്. അതിനുവേണ്ടി ചില കൂട്ടുവേലക്കാരെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഫിലോമോൻ ഹല്ലേലൂയ, പൗലോസ് ഫിലോമോനോട് പറയുന്ന ഒരു അതിമഹത്തമായൊരു ഒരു ഭാഗമാണ്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫിലോമോൻ്റെ കൂടെ ഒനോസിമോസ് വന്നിട്ട് ഒന്ന് പോയായിരുന്നു, ഒന്ന് പിരിഞ്ഞു പോയായിരുന്നു. എന്നിട്ട് പൗലോസ് ഇവൻ തണുപ്പിക്കുന്നവനാണ്, ദൈവസഭയ്ക്ക് കൊള്ളാവുന്നവനാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഫിലോമോനോട് പറയുന്നൊരു വാചകം, ഭയങ്കര വാചകം കേട്ടോ. പ്രൈസ് ഗോഡ്. അതിൻ്റെ 17-ാമത്തെ വാക്യം, 17-18 വാക്യമാണ്. അവൻ നിന്നോട് വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നോട് വല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീസസ് ഇല്ല കുറവുകളോ അന്യായമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പൗലോസ് പറയാണ്, മരണക്കിടക്കിൽ പ്രാർത്ഥിക്കുന്ന ലേഖനം എഴുതിക്കൊണ്ട് ഫിലോമോനോട് പറയാണ്, ഹല്ലേലൂയ, അന്യായമായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിലോമോനെ, ഒനോസിമോസ് നിനക്ക് വല്ല ദോഷം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ ഒന്ന് കണക്കിട്ടാൽ മതി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഒരു ശിഷ്യനെ ഞാൻ അങ്ങോട്ട് തരുമ്പോൾ, ഒരു കൂട്ടുവേലക്കാരനെ ഞാൻ അങ്ങോട്ട് തരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ നാളിൽ അവനെ ചൊല്ലി വേദന ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അവനെ ചൊല്ലി നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഓർത്തിരിക്കരുത്, അത് ഞാൻ ചെയ്തെന്നൊന്ന് വിചാരിച്ചാൽ മതി, ഞാൻ ചെയ്തെന്ന്. പക്ഷെ ഇപ്പം അവൻ നിന്റെ എതിരാളിയല്ല, നിന്റെ പ്രശ്നക്കാരനല്ല, നിന്റെ സഹോദരനാണ്, ദാസനല്ല, ആ സഹോദരനാ. ആ സഹോദരനെ പൗലോസ് ഫിലോമോന് കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദിവാസന്മാർ, ചില സഹോദരന്മാർ, ചില ആത്മീയ ബന്ധം, ആമേൻ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ബ്ലഡ് റിലേഷൻഷിപ്പ് നിനക്ക് വരാൻ പോവുകയാണ്. പാപം തൊടാത്ത പരിശുദ്ധനായ ദൈവത്തിൻ്റെ ബ്ലഡ് റിലേഷൻഷിപ്പ് നിനക്ക് വരാൻ പോവുകയാണ്. അത് നിന്റെ വീട്ടിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ യാത്രകളിൽ പരിശുദ്ധാത്മാവുമായിട്ട് നിനക്ക് കണക്റ്റ് ആകത്തക്ക നിലയിൽ സ്വർഗീയ ബ്ലഡ് റിലേഷൻഷിപ്പ് പരിശുദ്ധാത്മാവ് നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലോമോന്റെ ലേഖനം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെൻ്റെ പേരിൽ കണക്കിട്ട് കൊടുക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ചില ഒനോസിമോസ് എഴുന്നേൽക്കട്ടെ, ചില ആത്മീയ ബന്ധങ്ങൾ ചില കൂട്ടുകാരക്കാരെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തരട്ടെ. ഹല്ലേലൂയ. ഇന്നലെ നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, 10 കുടുംബം ഈ സഭയിൽ എനിക്ക് വരണം, ഈ 2025 അപ്പാ എനിക്കൊരു 100 വിശ്വാസികൾ വേണം, ഒരു 10 വിശ്വാസികൾ എനിക്ക് വേണം, എഴുതി വെച്ച് നിങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? കുടുംബങ്ങളെ നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നാൽ അതിൽ കൂടി പരിശുദ്ധാത്മാവൻ ദൈവം എന്നോട് പറയുന്നു, അതിനുവേണ്ടി കൂട്ടുവേലക്കാരെ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ റിലേഷൻഷിപ്പ്, ഹല്ലേലൂയ, പാപമില്ലാത്തവൻ്റെ ബ്ലഡ്, പ്രൈസ് ഗോഡ്, ആ റിലേഷൻഷിപ്പ് നിനക്ക് വരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒനോസിമോസിനെ പോലെ നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, എന്തു വന്നാലും അവൻ നിന്നെ വിട്ടു മാറത്തില്ല. പ്രൈസ് ഗോഡ്. എന്ത് കേസുണ്ടായാലും ഈ ബന്ധം ഭയങ്കര റിലേഷൻഷിപ്പ് ആയിരിക്കും. ഹല്ലേലൂയ. പറിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഇന്നും ഈ തലമുറയിൽ ദൈവസഭയുടെ ഏറ്റവും മഹത്വമേറിയ വിജയം കോട്ടയത്ത് അവരുടെ ബ്ലഡ് റിലേഷൻഷിപ്പാണ്. ദൈവസഭയുടെ വളർച്ച, അവരുടെ ശുശ്രൂഷയുടെ വളർച്ച റിലേഷൻഷിപ്പാണ്. പരിശുദ്ധാത്മാവാം ദൈവം ഈ തലമുറയിൽ നിനക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് തരാൻ പോവുകയാണ്. സ്വർഗീയ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, നിന്റെ കുടുംബത്തെ തണുപ്പിക്കുന്ന, നിന്റെ ശുശ്രൂഷയെ തണുപ്പിക്കുന്ന ഒനോസിമോസിനെ പരിശുദ്ധാത്മാവാം ദൈവം ഈ തലമുറയിൽ ചിലരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവുകയാണ്. പ്രിയരെ, ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? എനിക്ക് ഹൃദയത്തെ തണുപ്പിക്കുന്ന കൂട്ടുവേലക്കാരെ എനിക്ക് വേണം. കീബോർഡുകാരെ നിങ്ങൾ അന്വേഷിക്കാം, വർഷിപ്പ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് അന്വേഷിക്കാം. അടുത്ത 3 ദിവസം ഫാസ്റ്റിങ്ങിന് പ്രവാചകന്മാരെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതൊന്നും മാറ്റി വെച്ചിട്ട് എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന കൂട്ടുവേലക്കാർ എനിക്ക് വേണമെന്നൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അയ്യോ, ആ പാസ്റ്റർ ഡേറ്റ് കിട്ടിയില്ല, ഒരു പ്രവാചകനായിരുന്നു, ആ സഹോദരന് കിട്ടിയില്ല, നല്ലതായിട്ട് കീബോർഡ് വായിക്കുന്നവനായിരുന്നു, അവൻ നല്ല വർഷിപ്പ് ചെയ്തതുണ്ടല്ലോ, ഭയങ്കര അന്തരീക്ഷമായിരിക്കും. അതൊന്നുമല്ല. നിന്റെ ഹൃദയത്തെയും നിന്റെ സഭയെയും നിന്റെ കുടുംബത്തെയും തണുപ്പിക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ 2025 ഹല്ലേലൂയ, ഏപ്രിൽ മാസം ആകുമ്പോൾ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വഴി തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ ദാസന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ വിലപ്പെട്ട ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കും ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ,
ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇവർക്ക് വേണ്ടി ഇവരെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, ഇവരെ ഹൃദയത്തിന് ഉത്സാഹം കൊടുക്കുന്ന, ദൈവികാഭിഷേകത്തിന് എരിവോടെ കൂടെ ചങ്കായി നിൽക്കുന്ന കൂട്ടുവേലക്കാരെ പരിശുദ്ധാത്മാവേ ഇവരുടെ സഭയിൽ, ഇവരുടെ ശുശ്രൂഷയിൽ, ഇവരുടെ വേദികളിൽ, രാജ്യങ്ങളിൽ, ഇവർ പോകുന്ന ഏറികളിൽ പരിശുദ്ധാത്മാവാം ദൈവം ഇവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വർഗീയ റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. പാപമില്ലാത്തവൻ്റെ, ഹല്ലേലൂയ, പാപം കഴുകിക്കളയുന്ന രക്തത്തിൻ്റെ റിലേഷൻഷിപ്പ് പരിശുദ്ധാത്മാവാം ദൈവം ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ചെയ്യാൻ പോകുന്ന സകല നന്മക്കുമായി നന്ദിയപ്പ. എല്ലാ പുകഴ്ചയ്ക്കും അങ്ങേക്ക് തന്നെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഒനേസിമോസിനെ പോലെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, ശുശ്രൂഷകൾക്ക് വേണ്ടി കൈത്താങ്ങുന്ന, ഏത് വിഷയം വന്നാലും ചങ്ക് പോലെ ഇതെൻ്റെ പാസ്റ്ററാണ്, ഇതെൻ്റെ ദൈവദാസനാണ്, ഇതെൻ്റെ പപ്പയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കുന്ന കൂട്ടുവേലക്കാരെ എഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളെ, ദൈവദാസനെ, ആ സഭയുടെ ലീഡറിനെ ഒരുമിച്ച് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. വീണ്ടും കാണാം, വീണ്ടും ഒരുമിക്കാം, ക്രിസ്തുവിന് വേണ്ടി നിൽക്കാം, ദൈവരാജ്യത്തെ വിളിച്ചു പറയാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.